തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര കണക്കുകൾ ഇന്ന് റവന്യൂ വകുപ്പിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇരകൾ അല്ലെങ്കിൽ പ്രദേശവാസികൾ കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അനു, ഈ തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ എല്ലാം തന്നെ വ്യക്തമായിരുന്നു. സമീപത്തെ വീടുകളെല്ലാം തന്നെ വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ വലിയൊരു ദുരന്തമാണ് ഇതിന് ചുറ്റുപാടുമായിട്ട് അന്ന് സംഭവിച്ചിരുന്നത്. പല വീടുകളും തകർന്നിരുന്നു. ഇപ്പോൾ നിലവിൽ റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം, അതായത് ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ റവന്യൂ വകുപ്പ് ഇതിന്റെ കണക്കെടുക്കലുകളൊക്കെ എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. അന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ പ്രത്യേകം ഉദ്യോഗസ്ഥരെ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടെന്നും ഒപ്പം തന്നെ ഇവർ വീടുകളിലെത്തി കണക്കുകൾ എടുക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നതാണ്. പിന്നീട് ഒരു അദാലത്ത് തന്നെ ഇതിനു വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള നടപടികളിലേക്കാണ് ഏതായാലും ഇനി കടക്കുക. 292 വീടുകളാണ് നശിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ചില വീടുകൾ പൂർണ്ണമായിട്ടും വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചിട്ടുണ്ട്. 8ഓളം കടകളാണ് നശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കണക്കുകളാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കണക്കെടുപ്പിൽ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കോടതിയെ സമീപിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. പല ആളുകളും വ്യക്തിഗതമായ രീതിയിൽ, അതായത് ഓരോരുത്തരും അവരുടെ വ്യക്തിഗതമായ രീതിയിൽ തന്നെയാണ് ഏതായാലും കോടതിയെ സമീപിക്കുക. ഇന്ന് ഇവർ ഇത് സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതിയിലേക്ക് നൽകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്.